G7 അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസിന്റെ മീറ്റിംഗിലേക്ക് മോദിക്ക് ക്ഷണം കിട്ടില്ല എന്നാണ് പൊതുവെ ഇന്ത്യയിലുള്ള ആൾക്കാരും ലോകവും കരുതിയിരുന്നത്. അപ്പൊ ആദ്യം G7 എന്താണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള 7 രാജ്യങ്ങളാണ്. അപ്പൊ അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ പ്രാധാന്യം. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ 30% ഈ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളായി കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളുടെ മീറ്റിംഗിൽ ആക്ച്വലി ഇന്ത്യ അതിലൊരു മെമ്പർ അല്ലാന്ന് നിങ്ങൾക്ക് രാജ്യങ്ങളുടെ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷേ കഴിഞ്ഞ 6 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇതിന്റെ എല്ലാ മീറ്റിംഗിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കാറുണ്ട്, മോദി അതിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഈ മീറ്റിംഗ് നടക്കുന്നത് കാനഡയിൽ വെച്ചാണ്. കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗിൽ ഇന്ത്യക്ക് ക്ഷണം കിട്ടില്ലെന്നാണ് കരുതിയിരുന്നത്. കാരണം മീറ്റിംഗ് തുടങ്ങാൻ ഈ ആഴ്ചകളേ ഉള്ളൂ. ഇതൊരിക്കലും ഇന്ത്യക്ക് ഔദ്യോഗികമായ ക്ഷണം കിട്ടിയില്ല. അതിന്റെ പേരിൽ കോൺഗ്രസ് ലീഡർ ജയറാം രമേശൊക്കെ മോദിയെ കളിയാക്കുകയും ചെയ്തത് വിശ്വഗുരുവിന് ഇതിൽ ക്ഷണം കിട്ടിയില്ല എന്നുള്ള പേരിൽ. പക്ഷേ കഴിഞ്ഞ ആഴ്ച കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി മോദിയെ ഫോണിൽ വിളിച്ച് അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം മീറ്റിംഗിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കാനഡയിൽ വെച്ച് ഈ മീറ്റിംഗിൽ മോദിയെ വിളിക്കാതിരിക്കും എന്ന് പൊതുവെ കരുതിയിരുന്നത് വെച്ചാൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമാണെന്നുള്ള കാര്യം പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാര്യം അവിടെ സിഖുകാരായിട്ടുള്ള ഒരുപാട് തീവ്രവാദികളുണ്ടെന്നുള്ളതാണ് സത്യം. അവിടെ വലിയ പ്രശ്നങ്ങൾ ഇന്ത്യക്കെതിരെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിജ്ജാർ എന്ന് പറയുന്ന ഒരു സിഖ് തീവ്രവാദിയെ വധിച്ചിരുന്നു. ആ വധിച്ചത് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷായുടെ കൂടെ അറിവോടുകൂടിയാണെന്ന് അവിടുത്തെ പഴയ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ആരോപിക്കുകയും ഇന്ത്യ അവരുമായിട്ടുള്ള ബന്ധം വളരെ മോശമാകുകയും ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മോദിയെ ഈ കാനഡയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ സിഖ് ഗ്രൂപ്പുകളുടെയൊക്കെ വലിയ പ്രതിഷേധം ഭയന്ന് അങ്ങോട്ടേക്ക് ക്ഷണിക്കില്ലെന്നാണ് കരുതിയത്. പക്ഷേ G7 എന്ന് പറയുന്നത് കാനഡ മാത്രമല്ലല്ലോ. ബാക്കി 6 രാജ്യങ്ങൾ ഞാൻ പറഞ്ഞ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, ഇവർക്ക് എല്ലാവർക്കും ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അപ്പോൾ ഈ ബാക്കി 6 രാജ്യങ്ങളും കാനഡയുടെ മുകളിൽ വളരെ വലിയ പ്രഷർ ചെലുത്തിയെന്നാണ് പറഞ്ഞത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഈ വർഷം വളർന്നു കഴിഞ്ഞു. ഇനി അടുത്ത 2 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. ഈ G7 രാജ്യങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഈ മീറ്റിംഗിൽ നടക്കുന്ന ഏറ്റവും വലിയ ഡിസ്കഷൻസ് പോലും ലോക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചാണ്. അപ്പം ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിൽ ഒരു യുക്തിരാഹിത്യം അവർക്ക് അറിയാം. പിന്നെ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ സ്വതന്ത്ര വ്യാപാര കരാറൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അമേരിക്ക ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഓരോ ദിവസവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇറ്റലിയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് വ്യക്തിബന്ധം പോലും ഉണ്ട്. അങ്ങനെ ആ രീതിയിൽ ഇന്ത്യയുമായിട്ട് മറ്റ് രാജ്യങ്ങളെല്ലാം വളരെ അടുത്ത ബന്ധം പുലർത്തുമ്പോൾ കാനഡയ്ക്ക് ഇന്ത്യയെ മാറ്റി നിർത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും പ്രഷർ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ മുകളിൽ വരികയാണ്. അതാണ് അവസാന നിമിഷം ഇന്ത്യയെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കാൻ കാരണം. പക്ഷേ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാനഡയും ഇന്ത്യയുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഇത് ഈ രംഗത്ത് നയതന്ത്ര വിദഗ്ധർ കാണുന്നത്. ഒരുപക്ഷെ ഇന്ത്യ കാനഡ ബന്ധം ഇനി അടുത്ത ദിവസങ്ങളിൽ വളരെയധികം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും മോദിക്ക് G7ലേക്ക് ക്ഷണം കിട്ടിയിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത്.